ഫിൻലാൻഡ് ഹെൽസിൻകിയിൽ നമ്മളങ്ങനെ ലഞ്ചിന് ശേഷം ആദ്യം വിസിറ്റ് ചെയ്തത് അവിടെ മ്യൂസിക് കൺസേർട്ട്സൊക്കെ നടക്കുന്ന ഒരു വലിയ കോംപ്ലക്സ് ഉണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് ഒരുപാട് കൺസേർട്ട്സ് നടക്കുന്നുണ്ട്. പിന്നെ കുറേ മ്യൂസിക്കൽ ക്ലാസ്സുകളും കോച്ചിങ്ങും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, വലിയ നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ അങ്ങനെ നിറയെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് അവിടെ കൺസേർട്ടൊക്കെ നടക്കുന്ന ഹാള്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറുകളിലാണ് അവർക്ക് മ്യൂസിക് ക്ലാസ്സൊക്കെ, ജാക്കറ്റ്സൊക്കെ എല്ലാവർക്കും ഊരിയിടാൻ വേണ്ടിയുള്ള ലോക്കേഴ്സൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മുകളിൽ വെച്ചിട്ടാണ് അവർ മ്യൂസിക് ക്ലാസ്സൊക്കെ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് കറങ്ങി നടന്ന് കണ്ടു. പിന്നെ അടുത്തത് നമുക്ക് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈബ്രറി കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഹെൽസിൻകിയിലെ ലൈബ്രറി ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിലെ ലൈബ്രറി ഒന്നും പോരെയല്ല, 3 ഫ്ലോറായിട്ടാണ് എല്ലാവിധ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് കുറേ കുട്ടികളിരുന്ന് ഇങ്ങനെ ചെസ്സ് കളിക്കുന്നത് കാണാം. അല്ലാതെ ബുക്സ് മാത്രം വായിച്ചിട്ടുള്ള ഒരു ലൈബ്രറി കൺസെപ്റ്റ് അല്ല അവിടെ ഉള്ളത്, എല്ലാ ടൈപ്പ് ആക്ടിവിറ്റീസും. പിന്നെ നമ്മൾ ആ ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങനെ കുറേ ഗെയിംസ്, അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഡോളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടികളെ കണ്ടു കേട്ടോ. കുറേ കുട്ടികളിങ്ങനെ ലാപ്ടോപ്പിലൊക്കെ പഠിക്കുന്നു, പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ ഇങ്ങനെ ഡോളുകളെയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കൗതുകത്തിൽ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഡോളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ തന്നു. അവരിങ്ങനെ ഓരോ ഡോളിനും ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ ഹെയർ ആർട്ട്, ഡ്രസ്സ് ആർട്ട്, അതിൻ്റെ കുറേ പല ടൈപ്പിലുള്ള ഡ്രസ്സ് അവർ മാറ്റി മാറ്റി പല ഡോളിനും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു കുട്ടി അവിടെ ഇരുന്ന് സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഡോളിനെ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ, പല ടൈപ്പ് ഡോളിൻ്റെ ഡ്രസ്സുകളൊക്കെ. ഇങ്ങനെ ഇവർ ഓരോരുത്തരും അവരുടെ ഡോളിനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ ഹെയർ ബാൻഡുകളും ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്തും അതിലിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന കുറേ കുട്ടികൾ. പിന്നെ കുറേ ഡ്രസ്സിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്, പേപ്പറിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്, പ്രിൻ്റ് എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മെഷീൻസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം. അത്ര അവർലി റെൻറ്റിന് അവർക്ക് എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു ഡൗട്ട്സ് ഉള്ളതൊക്കെ അവിടെ ക്ലിയർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ അവർക്ക് കുറച്ച് ടൈമിനൊക്കെ വേണ്ടി എടുക്കാം. കുറേ ഓഫീസുകൾ പോലെ എന്തെങ്കിലും മീറ്റിങ്സും ഒക്കെ നടക്കാനുള്ള ഒരുപാട് ഏരിയാസ് അവിടെ ഉണ്ട്. ഇനി ഒറ്റയ്ക്ക് ക്വയറ്റായിട്ട് കുറച്ച് പഠിക്കണം എന്നാണെങ്കിൽ അതിന് പറ്റിയ റൂമുകളുണ്ട്. ഒരുപാട് പേര് സ്വന്തം ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറി. അടുത്ത ലെവലിൽ കയറുമ്പോൾ ഫുൾ ബുക്സാണ്. പല ഏജിനുള്ള ഒരുപാട് ബുക്സ് ഇങ്ങനെ വാങ്ങിക്കാനും റെൻറ്റിനും പിന്നെ അവിടെ ഇരുന്ന് വായിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. കുറേ നല്ല ഫ്രീ ആയിട്ടുള്ള ഏരിയ, ചെറിയ കുട്ടികൾക്കുള്ള കുറേ ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് കളിക്കാനും അമ്മമാർ കുട്ടികൾക്ക് ചെറിയ പുസ്തകങ്ങളെടുത്ത് വായിച്ചു കൊടുക്കണമൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റ് ഇന്ന് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഇത് കണ്ട് അങ്ങനെ പാറ്റേൺസൊക്കെ, അങ്ങനെ ഓരോന്നിൽ പാറ്റേൺസ് ഉണ്ടാക്കുന്ന മെഷീൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മെഷീൻസും ഉണ്ട്. വെറും ഒരു പുസ്തക വായനയിലപ്പുറം നമ്മൾ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊക്കെയുള്ള ടൈപ്പിലാണ്. എന്തൊക്കെ ടൈപ്പ് ഉണ്ടോ എല്ലാ ടൈപ്പ് വിദ്യാഭ്യാസവും ഉണ്ട്. പ്രിൻറ്റിങ്ങും ഡ്രസ് മേക്കിങ്ങും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ 1-2 ചർച്ച് കണ്ടു. പിന്നെ ഇതാണ് അവിടുത്തെ സെനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹെൽസിൻകിയിലെ ഒരു സ്ക്വയറാണ്. ചുറ്റും ബിൽഡിങ്സും മാർക്കറ്റും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ്. അവിടെ ഞങ്ങളൊരു 2 മണിക്കൂർ ഷോപ്പിങ്ങിന് പോയിട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇവിടുത്തെ കറൻസി ഹെൽസിൻകിയിൽ നമുക്ക് ഫിൻലാൻഡിലുള്ള കറൻസി യൂറോ തന്നെയാണ്. എല്ലാ സ്കാൻഡിനേവിയൻ കൺട്രീസിലും യൂറോ അല്ല. ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഈ നോർവേയിലും ഡെൻമാർക്കിലും ഒക്കെ ക്രോണയാണ്. പക്ഷേ ഇവിടെ നമുക്ക് യൂറോ തന്നെ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ തെരുവ് കച്ചവടക്കാർ കുറേ വളയും ബ്രേസ്ലെറ്റൊക്കെ വിൽക്കുന്നതൊക്കെ കണ്ടു. യൂറോയിലായതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര റേറ്റായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ കുറേ കടകളൊക്കെ ഇങ്ങനെ നിരയായിട്ട്, എന്നാലും ഒരു ഭയങ്കര റഷൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ ഒരു സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കുമല്ലോ. പിന്നെ കുറേ ട്രാമുകളൊക്കെ റോഡിലൂടെ പോകുന്നുണ്ട്. ആ ഏരിയ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ആളുകൾ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ ബെഞ്ചുകളൊക്കെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നടന്നാൽ തന്നെ ഇരിക്കേണ്ടവർക്കൊക്കെ ഇരിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അത് തോന്നിയത്. നമ്മളെ SM സ്ട്രീറ്റൊക്കെ പോലത്തെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ആർക്കും ഇരിക്കാനൊന്നും ഒരു സ്പേസും ഉണ്ടാവില്ല. ഇവിടെ എല്ലാ ആളുകളുടെ കൺസിഡറേഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഏറ്റവും അധികം ആളുകളുടെ കംഫർട്ട് നോക്കിയിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണിച്ചാൽ നമുക്ക് ഇരിക്കാൻ സ്പേസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും സ്പേസ് ഉണ്ടാവും. അതുപോലെ ഷോപ്പിങ്ങിന്, അതുപോലെ ജ്യൂസ്, ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും വഴിയിൽ നിന്ന് കുടിക്കാൻ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ള് നല്ല തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് നല്ല പച്ചപ്പൊക്കെ കണ്ട് അവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്.
അങ്ങനെ അന്നത്തെ ട്രിപ്പ് ഞങ്ങളത് എൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പൂർവ്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓൾഡ് ടൗണാണ്, ഫിൻലാൻഡിലെ ഒരു ഓൾഡ് ടൗൺ. ഒരു ഡേ ട്രിപ്പായിട്ട് തന്നെ നമുക്ക് ഹെൽസിൻകിയിൽ നിന്ന് പോയി വരാവുന്നൊരു ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പൂർവ്വ സിറ്റി ടൂറിന് പോയതാണ് നമ്മൾ. പൂർവ്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓൾഡായിട്ടുള്ള സിറ്റിയാണ്. ഫുൾ വുഡൻ ഹൗസസ് ഒക്കെയാണ്, മരം കൊണ്ടുണ്ടാക്കിയ വീടുകൾ, നമ്മുടെ വിൻറ്റേജ് സ്റ്റൈൽ വീടുകളൊക്കെ നിറയെ ഉള്ളൊരു സ്ഥലമാണ് ഈ പൂർവ്വം. പൂർവ്വയിൽ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ ആ പഴയ ആർക്കിടെക്ചറൊക്കെ കണ്ട് പഴയ വുഡൻ ബ്ലോക്കുകൾ ഉണ്ടാക്കിയ വീടും അവിടുത്തെ കുറേ ചോക്ലേറ്റ് ഷോപ്സൊക്കെ, അവരുടേതായ കുറേ ചോക്ലേറ്റ് ഷോപ്സൊക്കെ ഉണ്ട്. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ 1-2 ചർച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പൂർവ്വയിലുള്ള ആ വുഡൻ ബ്ലോക്കുകളായിട്ടുള്ള വീടുകളുടെ ഉള്ളിലേക്ക് കയറി കാണാൻ പറ്റും കേട്ടോ. ഒരു മ്യൂസിയമൊക്കെ പോലെ ഒരു വീട് അങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കയറി കണ്ടു. ഒക്കെ കുറേ ഭയങ്കര മോഡേൺ ആർട്ടായിട്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു കേട്ടോ. ഫുള്ളിങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഓരോ റൂമിലും കുറേ പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമുകളൊക്കെ ഒരു ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ 2 വിൻഡോസൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ റൂംസൊക്കെ ആയിട്ടുള്ള വുഡൻ ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു വുഡൻ ഹൗസാണെന്ന് തോന്നില്ല, പുറത്തുനിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ വീടിൻ്റെ ഉള്ളൊക്കെ നമ്മൾ കയറി കണ്ടു കേട്ടോ. പൂർവ്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പഴയ ആർക്കിടെക്ചറിലുള്ള ആ ടൗൺ ഫുൾ അങ്ങനെ തന്നെയാണ്. കംപ്ലീറ്റ് ഇങ്ങനത്തെ വുഡൻ വീടുകൾ മാത്രമേ നമുക്കവിടെ കാണുകയുള്ളൂ. പിന്നെ ഫുള്ളൊരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടുത്തെ ഒരു ചെറിയ ചർച്ച് കണ്ടു. ആ ചർച്ചും അതെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ള ചേർച്ച്. ഫുള്ള് പ്രകൃതി ഭംഗിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഭംഗിയാണ്. ചുമ്മാ ഇങ്ങനെ നോക്കി ഇവിടുന്ന് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടിട്ടോ. അപ്പോൾ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കേട്ടോ. എന്തോ ഒരു പ്രെയർ, നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ എന്തോ ഒരു പ്രെയറും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റിയാണ്. എല്ലാ ചർച്ചുകളുടെ ഉള്ളും അതെ ഫുള്ളിങ്ങനെ നല്ല വിളക്കുകളൊക്കെ തൂക്കി ഭയങ്കര ഭംഗിയാണ്. നമ്മളെ നാട്ടിലുള്ള ചർച്ചുകളെക്കാളും ഒരുപാട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫുൾ ലൈറ്റുകളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ലുക്കിലാണ് അവർ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ പൂർവ്വം തന്നെ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടു. ബ്രിഡ്ജൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ സൈഡൊക്കെ ഫുൾ ഓപ്പൺ ആയിട്ട് ഒരു ലേക്കിൻ്റെ മുകളിൽ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു കേട്ടോ ആ ബ്രിഡ്ജൊക്കെ. അങ്ങനെ ഫുള്ള് നമ്മൾ പൂർവ്വമൊക്കെ കറങ്ങി. ഇന്ന് നമ്മുടെ പ്ലാന് വൈകുന്നേരം നമ്മളൊരു ക്രൂയിസിൽ കയറുക എന്നുള്ളതാണ്. ക്രൂയിസിൽ കയറിയിട്ട് നമ്മൾ ഫിൻലാൻഡിനോട് വിട പറഞ്ഞ് നമ്മൾ സ്വീഡനിലേക്ക് പോവുകയാണ്. കണ്ടോ, ആ ലേക്കിൻ്റെ തീരത്തൊക്കെ ഫുള്ള് ഈ പൂർവ്വം എന്ന് പറയുന്ന പിക്ചേഴ്സിൽ കാണുന്ന പോലത്തെ വുഡൻ ഹൗസസ് നമുക്ക് നിറയെ കാണാം. സംഭവം നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ആ പോർട്ടിലേക്ക് പോവുകയാണ്. പൂർവ്വനോടും ഫിൻലാൻഡിനോടും വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് ക്രൂയിസിലാണ് കേട്ടോ പോകുന്നത്. ഒരു ക്രൂയിസ് ഷിപ്പിലാണ് സ്വീഡനിലേക്ക് പോകുന്നത്. 17 മണിക്കൂർ ഉള്ള ക്രൂയിസാണ്. അങ്ങനെ നമ്മൾ പോർട്ടിലെത്തിയിട്ട് ക്രൂയിസ് ബോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ക്രൂയിസിലെ വിശേഷങ്ങളൊക്കെ ഫുള്ള് കാണിച്ചു തരാം. ഒരുപാട് തട്ടുകളുള്ള, കണ്ടോ, ഒരുപാട് 5-6 ഫ്ലോറുകളുള്ള വലിയൊരു ക്രൂയിസാണ് കേട്ടോ. നല്ല കിഡിലൻ ഡിന്നർ ബുഫേയും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ക്രൂയിസ് വിശേഷങ്ങൾ കംപ്ലീറ്റ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.